കണ്ടില്ല. ബൈക്കിൽ വന്നവരൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ട് ഞാൻ പറയുന്ന കേൾക്കുന്നതല്ലാതെ ആരും ഒന്നും ഇറങ്ങി വന്നില്ല. അപ്പോഴത്തേക്ക് കുത്തി ബ്ലഡിങ്ങനെ വെള്ളം പോലെ ഒഴുകി അവർ ഓടി വന്ന് വീണ്. അപ്പൊ ജോലി പറഞ്ഞു എനിക്കും കുത്തുണ്ടെന്ന്. ഓട്ടോയ്ക്കകത്ത് കൊണ്ടുവന്നപ്പോൾ തന്നെ അവന് അനക്കൊന്നും ഇല്ലായിരുന്നു. മകനും ഭർത്താവും സ്വന്തം കൺമുന്നിൽ കുത്തേറ്റ് വീഴുന്നത് കണ്ട ഒരു സ്ത്രീയുടെ വാക്കുകളാണിത്. ഈ അരുങ്കൊലയ്ക്ക് കാരണം പ്രണയപ്പകയെന്ന് പോലീസ് സ്ഥിരീകരിച്ചു. കൊല്ലപ്പെട്ട ഫെവിന്റെ സഹോദരിയും കൊലയാളി തേജസ്രാജും തമ്മിൽ വർഷങ്ങളോളമായി പ്രണയത്തിലായിരുന്നു. ഇരു കുടുംബങ്ങളും ഇടപെട്ട് വിവാഹം നടത്തിക്കൊടുക്കുവാനും തീരുമാനിച്ചു. ബാങ്കിൽ ജോലി കിട്ടിയ യുവതി കോഴിക്കോട്ടേക്ക് മാറി. അതോടെ യുവതി തേജസ്രാജിൽ നിന്ന് അകന്നു. യുവതിക്ക് മറ്റൊരു വിവാഹം നടത്താൻ വീട്ടുകാർ തീരുമാനിച്ചു. അതോടെ തേജസ്രാജിന് വൈരാഗ്യമായി. ഇന്നലെ വൈകിട്ട് 7 മണിയോടെ 2 ടിന്നുകളിൽ നിറയെ ഇന്ധനവുമായി തേജസ്രാജ് യുവതിയുടെ വീട്ടിലെത്തി. പർദ്ദ ധരിച്ചെത്തിയയാൾ ഇന്ധനം സ്വീകരണമുറിയിൽ ഒഴിച്ച ശേഷം ഫെവിനെയും അച്ഛൻ ജോർജ് ഗോമസിനെയും കയ്യിൽ കരുതിയിരുന്ന കത്തി ഉപയോഗിച്ച് കുത്തി പരിക്കേൽപ്പിക്കുകയായിരുന്നു. സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായിരുന്ന കുടുംബത്തിന്റെ ആശ്രയം യുവതിയുടെ വരുമാനമായിരുന്നു. പിതാവ് ഒരു ഹാർട്ടിന് ഹൃദ്രോഗിയാണ്. അപ്പോൾ തുടർന്ന് അദ്ദേഹത്തിന് ഈ കുടുംബത്തെ പോറ്റാനുള്ള വളരെ ബുദ്ധിമുട്ട് ഉള്ളൊരു മനുഷ്യനാണ് ശാരീരികമായി. അപ്പം ആ സ്ഥിതിക്ക് പിന്നെ അവരുടെ അത്താണി എന്ന് പറയുന്ന ഈ മകനാണ്. അപ്പോൾ ആ കുട്ടിക്കൊരു ജോലി കിട്ടുന്നത് വരെ ഈ കുടുംബത്തെ സംരക്ഷിക്കും ഈ കുഞ്ഞെന്നുള്ള ഒരു മകള് എന്ന നിലയിൽ അവൾക്കത് ഉറപ്പുണ്ട് ആ കുട്ടിക്ക്. അപ്പോൾ അവരെയും കൂടെ സംരക്ഷിക്കുന്ന നിലയിലൊരു പാർട്ട്ണർ ആയിരിക്കണം എന്നുള്ള ഒരു ആഗ്രഹം കാണും കുട്ടിക്ക്. അതിനകത്ത് ബുദ്ധിമുട്ട് ഒക്കെ ഉണ്ടാവാമായിരിക്കാം. ആദ്യ 2 മണിക്കൂറോളം ആക്രമണ കാരണം പോലീസിന് വ്യക്തമായിരുന്നില്ല. ചെമ്മാമുക്കിന് സമീപം ട്രെയിനിന് മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്ത നീണ്ടകര സ്വദേശിയെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് കടുത്ത വൈരാഗ്യം മൂലമുള്ള അരുങ്കൊലയുടെ ചുരുൾ അഴിച്ചത്. ഇത്തരം സംഭവങ്ങൾ കേരളത്തിൽ ആദ്യത്തേതല്ല. ഒരു പ്രണയമുണ്ടാവുക, അതിൽ നിന്ന് പങ്കാളി ഏകപക്ഷീയമായി പിന്മാറുക എന്നുള്ളതൊക്കെ സ്വാഭാവികമാണ്. അത് അവരുടെ അവകാശമാണ്. അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളിൽ പങ്കാളിയെ കൊലപ്പെടുത്തുക എന്നതാണോ ചെയ്യേണ്ടതെന്നുള്ള ചോദ്യമാണ് ഉയർന്നത്. ക്യാമറമാൻ ഷാനാസ് പരീദിനൊപ്പം കണ്ണൻ നായർ, മാതൃഭൂമി ന്യൂസ്, കൊല്ലം.